സൈക്കോ സുഷൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വീഡിയോയിലോട്ട് കണ്ടു നോക്കാം. അപ്പോൾ പോകാം നമുക്ക് വീഡിയോയിലേക്ക്. പെട്ടെന്ന് രാവിലെ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് മീഷോ ഇന്നൊരു പ്രോഡക്റ്റ് വന്നതാണ് കേട്ടോ. വാവച്ചി ഒരു നമ്മുടെ ഈസ്റ്ററിനത്തേക്ക് വേണ്ടി ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴങ്ങനെ ആ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി മീനൂട്ടി പോയി അവിടെ നിൽക്കുകയാണ്. മീനൂട്ടി ആ ഡ്രസ്സൊക്കെ വാങ്ങി നമ്മുടെ നേരെ അതിനകത്തോട്ട് കയറി വന്നു. അപ്പോൾ നമുക്ക് ഈ ഡ്രസ്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് കുറേ ദിവസങ്ങൾക്ക് മുമ്പേ വിഷ് ലിസ്റ്റിൽ വച്ചിരുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ നോക്കിയപ്പോഴെല്ലാം നല്ല റേറ്റായിരുന്നു കേട്ടോ. ഇത് 450 500 രൂപ ആ റേറ്റിനാണ് കേട്ടോ ഈ ഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇടയ്ക്ക് നമുക്കൊരു ഓഫർ വന്നപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതാണ്. ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 410 രൂപയായിരുന്നു കേട്ടോ. ലോങ്ഗ്രി മോഡൽ ക്രോപ്പ് ടോപ്പും വന്ന് അതിന് മുകളിൽ ഇതേ ഡിസൈൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കളറേ ഉണ്ടായിരുന്നു, ഇത് ഒരു കളറേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ വാവച്ചി എനിക്കറിഞ്ഞിട്ട് എത്രയും കാലമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന തുണിയായിരുന്നു. അതെ, ഇതിൻ്റെ ഒരു മോഡൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെയൊക്കെയല്ലേ വാങ്ങിക്കണത്. ഞാനിപ്പോഴാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ അതൊന്ന് ഇട്ട് നോക്കിയതാണ്. ഞാൻ എടുക്കുമ്പോൾ എപ്പോഴും എന്നെക്കാളും വലിയ സൈസിൽ എടുക്കണം കേട്ടോ. L മുതൽ XXL വരെയുള്ള സൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്തിരി ലൂസാണ്. ഞാൻ ഇത് കിട്ടിയപ്പോൾ തന്നെ ഒന്ന് ഇട്ട് നോക്കിയതാണ് കേട്ടോ. അടുത്ത് നമ്മൾ പോകുന്നത് ചെറുവേലി വീട്ടിലാണ് കേട്ടോ. മീനിൻ്റെ കയ്യിരിക്കണ ഇത് നമ്മൾ ഇന്നാള് കുരിശുവലയെന്ന് വാങ്ങിച്ചതാണ്. ആ വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയി. 100 രൂപ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പൊ അതിനെ കൊണ്ട് അവിടെ എല്ലാവർക്കും കാണിക്കാന്ന് പറഞ്ഞു പോണതാണ് കേട്ടോ. നിങ്ങളില്ല. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ തേക്കുമോടുള്ള ക്രിസ്തുകിരൺ സ്കൂൾ കേട്ടോ. അപ്പോൾ ചേട്ടൻ ഇവിടെ സിസ്റ്ററെ കാണാനായിട്ട് കയറിപ്പോയതാണ് കേട്ടോ. ക്രിസ്തുകിരൺ ഇംഗ്ലീഷ് മീഡിയം. മീനിത് അവിടെ വച്ചിരിക്കുന്ന ബോർഡ് പോയി വായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ LKG UKG പ്രീ സ്കൂള്, LKG UKG 1 മുതൽ 7 വരെ ആണ് ഇവിടെ ഉള്ളത് കേട്ടോ. എന്താണ് പുറഭാഗം, ഇതാണ് ആ റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ സ്കൂള് ഉള്ളത്. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് വന്നിട്ടുള്ള ബോർഡാണ് കേട്ടോ. എല്ലാവർക്കും സ്വാഗതമൊക്കെ പറഞ്ഞിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതാ ചേട്ട സിസ്റ്ററിനെയൊക്കെ കണ്ടിട്ട് വന്നിട്ടുണ്ട്. ഇതും പോവാം. അയ്യോ, അപ്പം നമ്മളിതാ ചെറുവേലിയിലെത്തി. ഞാൻ ചേട്ട പൊക്കത്തിൽ, ഞാൻ താഴത്തിലായി. ഇത്രേ ഉള്ളൂ. അതെ, നമ്മളങ്ങനെ ചെറുവേലിയിലെത്തിയിട്ട് വഴി നടവഴി ഇതാണ് കേട്ടോ. അങ്ങനെ നടന്ന് കയറി പോവേണേ. മീനൂട്ടി വഴിയെ നേരത്തെ ഓടിക്കയറിപ്പോയി. അവിടെ ടിപ്പ് കൂടെ കുരച്ചിരി ഭയങ്കര ഇതിൽ കുരയ്ക്കുന്നത്. ഇതുകൊണ്ടതാണ് വീട്. കൂട്ടുകാരെ, നമ്മളങ്ങനെ ഇപ്പോൾ നിൽക്കുന്നത് ചെറുവേലി വീട്ടിലാണ് കേട്ടോ. ചെറുവേലി വീട്ടിൻ്റെ മുൻവശമാണ് ഈ കാണുന്നത്. ടിപ്പു എവിടെ? ടിപ്പു ഉണന്നു. നമ്മളവിടെ എത്തിയപ്പോൾ ഉച്ചയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നേരെ ചോറൊക്കെ കഴിച്ചു. എല്ലാം റെഡിയായതിന് ശേഷം ഞാനിവിടെ നിന്നും ഇറങ്ങി കേട്ടോ. ഇറങ്ങി നേരെ സ്കൂൾ വണ്ടി കിടക്കുന്ന വർക്ക്ഷോപ്പിലെത്തി. സ്കൂൾ വണ്ടി അവിടെ നിന്ന് എടുത്തുകൊണ്ട് നേരെ സേഫായിട്ടൊരു സ്ഥലത്തിടണമായിരുന്നു. അങ്ങനെ കൊണ്ടിട്ടു. ഇട്ടതിന് ശേഷം നേരെ തിരിച്ച് ഞാൻ വീട്ടിൽ വരുന്ന വഴിക്ക് നമ്മുടെ സേമിയ വാങ്ങി. അങ്ങനെ പാല് തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. പാല് തിളപ്പിച്ചു. നമ്മുടെ വെർമിസലി ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന സേമിയ മിക്സ് അതിലോട്ട് ആഡ് ചെയ്യണമായിരുന്നു. അപ്പോഴിതാ അമ്മ വന്ന് അതിൻ്റെ പാചകം അങ്ങ് ഏറ്റെടുത്തിട്ടുണ്ട്. പാചകമൊക്കെ ഏറ്റെടുത്തു. അമ്മ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ ഒന്ന് കളിയാക്കി നോക്കിയതാണ്. അപ്പോൾ അമ്മ പോരാ അവിടെ നിന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ അമ്മ സേമിയ മിക്സ് പൊട്ടിച്ച് ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. സേമിയ മിക്സ് പൊട്ടിച്ച് അതിനോട്ട് ആഡ് ചെയ്തു. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണമായിരുന്നു. നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സേമിയ മിക്സ് റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ വേറെ ഒന്നും ഇട്ടില്ല. പാലും ഈ സേമിയ മിക്സ് മാത്രമാണ് നമ്മൾ ഇതിലോട്ട് ഇട്ടിരിക്കുന്നത്. എല്ലാം അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനത് ക്ലാസ്സിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിലോട്ട് എടുത്തു, എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ ഈ സമയം അനിയനൊന്നും ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. അനിയനൊക്കെ ഒരാവശ്യമായിട്ട് പുറത്ത് പോയിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ പായസമൊക്കെ കഴിച്ചിട്ട് അവിടെ എങ്ങനെ ഇരുന്നു. കുറേ നേരമൊക്കെ അവിടെ ഇരുന്നതിന് ശേഷം പുറത്തിറങ്ങി നമ്മുടെ ടിപ്പുമായിട്ടൊന്ന് കളിക്കുന്നതാണ് കേട്ടോ.
ഇപ്പോൾ ടിപ്പുമായിട്ടൊന്ന് ചാടി കളിക്കാനൊക്കെ വെച്ചു. ടിപ്പു ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മളെ ഒന്നുകൂടെ കാണുന്നത്. അങ്ങനെ ടിപ്പുമായിട്ട് സന്തോഷത്തോടെ നമ്മൾ കുറേ നേരം ടിപ്പുവിന് ഭയങ്കര സ്നേഹമാണ് കേട്ടോ നമ്മുടെ അടുത്തൊക്കെ. അപ്പോൾ നമ്മൾ ടിപ്പുവിനെ കളിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് അനിയനും അനിയത്തിയും കൂടെ കേക്കുമായിട്ട് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ കേക്ക് മുറിക്കുന്നതിൻ്റെ ആ ഒരു തിരക്കിലാണ് ഇപ്പോഴും കേട്ടോ. പറഞ്ഞോ അപ്പൊ കൂട്ടുകാരൻ അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് കേക്ക് വാങ്ങിച്ചില്ലെന്നൊരു വിഷമുണ്ടായി. എന്റെ അപ്പൊ വെഡിങ് ആനിവേഴ്സറിക്ക് കുച്ചിച്ചനും കുഞ്ഞേക്കും കൂടെ വാങ്ങിച്ചു കൊടുത്തത്. അപ്പൊ അച്ഛനും അമ്മയ്ക്ക് കോൾ അടിച്ചില്ലേ ഗെയ്സ്? ഓ ഗെയ്സ് അച്ഛൻ വന്നില്ല, അച്ഛൻ വീട്ടിൽ എന്റെ കുഞ്ഞു കൊട്ടും പാട്ടൊന്നും ഇല്ലേ? ഇങ്ങോട്ട് നോക്കും മീനു. മീനു ചേട്ടാ അതിന് മുറിച്ചോട്ടോ. അങ്ങനെ നമ്മൾ ചെറുപേരിയിലുള്ള അനിയൻ്റെ അനിയത്തിരിയൊക്കെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി കേട്ടോ. പുറത്തിറങ്ങി നേരെ നമ്മൾ ഇനി നമുക്ക് പോകേണ്ട ചുള്ളുമാൻ്റെ നമ്മൾ പോവുകയാണ്. ചുള്ളുമാൻ്റെ നേരെ ഷാനവാസിലെത്തി കേട്ടോ. അങ്ങനെ നമ്മുടെ ഷാനവാസിൽ വന്നു. നമ്മുടെ ബാവച്ചിക്ക് ഒരു ഡ്രസ്സ് എടുക്കണമെന്നുള്ള സന്തോഷത്തിലാണ് വന്നത് കേട്ടോ. വന്നത് ആ സന്തോഷത്തോടു കൂടി നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തു. നേരെ അവിടെ മുള്ളുവെങ്കിലുള്ള പമ്പിലെത്തി. പമ്പിൽ വന്നതിന് ശേഷം അവിടെ നിന്ന് കുറച്ച് നമ്മൾ ഉള്ള പൈസയ്ക്ക് എണ്ണയൊക്കെ അടിച്ചതിന് ശേഷം നേരെ അവിടെ നിന്നും നേരെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തി. ഹായ് മീനുകുട്ടി, വാ. എവിടെ എത്തി ഇപ്പം? മീനുക്കുട്ടി ഇവിടെ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മീനുക്കുട്ടിക്ക് കടയ്ക്കകത്തുനിന്ന് ഒരു ഫോൺ കിട്ടി അല്ലേ? എന്തൊരു ഫോണാണ്? ഓക്കെ, അപ്പോൾ അത് വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മീനുട്ടി ഇറങ്ങി നമ്മൾ വീട്ടിൽ പോകാം. വാവച്ചി വാ, ഇറങ്ങി വാ. വാവച്ചി അത് ഗിഫ്റ്റൊക്കെ എടുത്തിട്ടൊക്കെ ഇറങ്ങിയിരുന്നു. ഗിഫ്റ്റൊക്കെ കാണിച്ചു തരാം. ഓക്കെ, കയറിപ്പോ ഫോട്ടോ വീട്ടിൽ പോ. ബാഗ് ഞാൻ എടുത്തോളാം. അച്ഛനില്ല ഗൈസ്. നമ്മൾ അവിടെ നിന്ന് അനിയൻ കൊടുത്തോട്ട കേക്കും എല്ലാം കൂടെ ഒക്കെ ആയിട്ട് നമ്മൾ നേരെ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട്. വാവച്ചി, നമുക്ക് ഇനിയുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ് വാവച്ചി? എന്താണ് വിശേഷങ്ങൾ പറയാനുള്ളത്? ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു നിനക്ക്? സന്തോഷമാണ്? അടിപൊളിയാണ്? നമ്മള് എൻ്റെ കൂടെ കൂടിയിട്ട് ഇത്ര കൊല്ലമായി? 7 കൊല്ലമായി. ഇന്നത്തെ നമ്മളെ അപ്പൊ വീഡിയോയുടെ സ്പെഷ്യൽ എന്താണെന്ന് നമുക്ക് പറയേണ്ട കാര്യം എന്താണെന്ന് അറിയാലോ എല്ലാവരും. അപ്പൊ നമുക്ക് തരേണ്ട എന്താണ്? നമ്മള് നേരത്തെ ഷോർട്സ് ഒക്കെ ഇട്ട് അപ്പഴേ കൂട്ടുകാർക്ക് മനസ്സിലായത് നമ്മള് വെഡിങ് നമ്മൾ ആഘോഷം നമ്മള് കേക്ക് പോലും വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞ് പോയപ്പോഴത്തേക്ക് അനിയനാണ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് അനിയനൊരു താങ്ക്സ് ആര് കൊടുക്കണം? മീന് കൊടുത്തു. എന്റെ അമ്മേടെ ഇവിടെ എന്റെ അമ്മേടെ അച്ഛന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് കുച്ചിച്ചൻ കേക്ക് വെച്ചതിന് താങ്ക്സ്. ഇനി മീനൂട്ടിക്ക് നമ്മൾ വാവച്ചിക്കും മീനൂട്ടിക്കുട്ടി ഞാൻ ഒരു ഡ്രസ്സ് എടുത്തായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വാങ്ങിക്കണമല്ലോ. ഞാൻ അങ്ങനെ ഒരു പരുവത്തിന് ഞാൻ കുട്ടിക്ക് സ്വരുക്കുട്ടി എൻ്റെ കയ്യിലിരുന്ന് എല്ലാം കൂടെ നുള്ളി പറക്കി പോയി തുണി എടുത്തതാണ്. നമുക്ക് ഇതൊക്കെ പറ്റുള്ളൂ. ഉള്ളതാ മീനൂട്ടി. അയ്യോ, ആദ്യം എന്താ മീനൂട്ടി ഇത് കാണിക്കാൻ പറയുന്നുണ്ട്. മീനൂട്ടിക്ക് എന്താണ്? ഒരു ടീഷർട്ട് വാങ്ങിച്ചു. ഷാനവാസ് ഡ്രസ്സീസിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ.
വെച്ചാൽ ഇതേപോലെ കുറച്ച് ബനിയനൊക്കെ വാങ്ങിക്കാൻ പറ്റും. അടുത്തതായി ഇതാട്ടോ, അതിന്റെ കൂടെ അടുത്തത് നമ്മൾ അതിനോട് വാങ്ങിച്ചതാണ്. 55 രൂപ ഉള്ളൂ കേട്ടോ ഇത് 55 രൂപയുള്ളൂ. 55 രൂപ. 57 55. 55 അതിന്റെ താഴെ കേട്ടോ. താഴെ ഒട്ടി പാവാട കാണിച്ചു. താഴെ വെച്ച് കാണിച്ചു കൊടുത്തു. ഇത് കണ്ട ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരെ ഷാനവാസിന് വിട്ടോളാം. അതെ ഷാനവാസിന് വിട്ടോണം. അപ്പം ഇതാണ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി കപ്പിളിൽപ്പെട്ട എൻ്റെ കൂടെ 7 വർഷമായിട്ട് കൂടിയ ഒരാളിന് എനിക്ക് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയുള്ളൂ. ഓക്കെ, എനിക്കില്ലാത്ത കളർ ഇല്ലാത്ത കളർ ചേട്ടൻ സെലക്ഷൻ ആണ്. അടിപൊളിയായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടായിരുന്നോ? റോസാപ്പൂ ഉണ്ടേ. പിന്നെന്ന് പറയുമ്പോൾ വേറൊരു കേസുണ്ട്. നമ്മുടെ സന്തോഷത്തിന് മാറ്റി കൊടുത്തില്ല, ഞാൻ ഒന്നും മാറ്റി കൊടുത്തില്ല. അതിന് നീ വീട്ടിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ കയ്യിൽ പൈസ ആണോന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇപ്പം എന്താ പറയുക, എനിക്കൊരു സന്തോഷം അവർക്ക് ഒരു തുണിയെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റി. ഓ താങ്ക് യു. അപ്പം ശരി, ഓക്കെ. അപ്പം ക്ലോസ് ചെയ്തരോ ചെയ്ത്. അപ്പൊ കൂട്ടുകാരെ, ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.